ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിപ്പോൾ പോകുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാർ വള്ളക്കടവിലുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ്. ഗൈസ്, നമ്മളുടെ റിസോർട്ട് ഇതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ നടന്നാണ് പോയത്. പക്ഷേ നമുക്ക് വള്ളക്കടവിൽ നിന്ന് എപ്പോഴും ജീപ്പ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഭയങ്കര കോടയായിരുന്നു. എന്നിട്ട് സൂര്യനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് പെരിയാർ റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആന പുലിയൊക്കെ കാണാൻ സാധിക്കും, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നടന്നതേ ആ ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയ സമയത്ത് തന്നെ അവിടെ ഏകദേശം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതേ നിങ്ങൾക്ക് ജീപ്പ് കാണുമ്പം അറിയാൻ പറ്റും. പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, കുറേ പേര് ആ ഒരു വ്യൂ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കട സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാഗി പിന്നെ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ദേ ഗൈസ്, ഇതാണ് നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ ആയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എന്താണെങ്കിലും വൈകിട്ട് കഴിക്കണം എന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോയത്. അങ്ങനെ ദേ ഒരുപാട് ആൾക്കാരായിരുന്നു. നമ്മളങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇറങ്ങാൻ പോകുമ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മളങ്ങനെ ഇറങ്ങി ഗൈസ്, നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഖത്ത് മുൾട്ടാനി മിട്ടി വരട്ടിയിട്ടാണ് പോയത്, അതുകൊണ്ട് കഴുകാൻ പറ്റിയില്ല. പിന്നെ അത് ചുരണ്ടിക്കളയാണ് ചെയ്തത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം. പിന്നീട് അതിന് ശേഷം വൈകുന്നേരം നമ്മളുടെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവിടെ പോയി മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലോട്ടി ചോക്കോപ്പൈ. പിന്നെ അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. 100 രൂപയാണ് ഒരു ഫോട്ടോ എടുക്കുന്നതിന്. പിന്നെ ഞങ്ങളും കുറേ ഫോട്ടോ എടുത്തു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു.